ഹായ്, ഞാൻ ഹണി. എല്ലാവർക്കും വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ എത്തിയിരിക്കുന്നത് നമ്മുടെ ചാമ അരി വെച്ചിട്ട് ഒരു കഞ്ഞിയാണ് തയ്യാറാക്കുന്നത്, അതായത് ലിറ്റിൽ മില്ലറ്റ്. ഇതിന് വളരെയധികം ആരോഗ്യ ഗുണങ്ങളുണ്ട്. ഇന്ന് നമ്മുടെ ഒരു ജനറേഷന് ഇതിനെക്കുറിച്ച് ഒന്നും അറിയത്തില്ല. ഇത് കണ്ടുകൊണ്ടിരിക്കുന്നവർ നിങ്ങളുടെ ഫ്രണ്ട്സിനോട് ഷെയർ ചെയ്ത് കൊടുക്കുക. ഇതിൻ്റെ ഔഷധ ഗുണങ്ങൾ അറിഞ്ഞു കഴിഞ്ഞാൽ നമ്മളിത് നിർബന്ധമായിട്ടും ഭക്ഷണത്തിൽ ഉൾപ്പെടുത്തും. കാരണം ഇന്ന് നമ്മളിൽ പലരെ അലട്ടുന്ന ജീവിതശൈലി രോഗങ്ങൾ, അതിൽ നിന്നൊക്കെ ഒരു പരിധി വരെ നമുക്ക് ഒന്ന് രക്ഷപ്പെടാൻ വേണ്ടിയിട്ട് ഇതുപോലെയുള്ള മില്ലറ്റുകൾ വളരെയധികം സഹായിക്കുന്നതാണ്. ഞാൻ കുറച്ച് ചാമേരി എടുത്തിട്ട് വൃത്തിയായി ഇതുപോലെ ഒരു 3 അല്ലെങ്കിൽ 4 വട്ടം കഴുകിയെടുത്തിട്ടുണ്ട്. അതിനുശേഷം നമുക്കിതിലോട്ട് കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് ഇത് കുതിരാൻ വെക്കാം. ഈ വെള്ളം നമ്മൾ കളയുന്നില്ല. നമ്മൾ കുതിരാൻ വെക്കുന്ന വെള്ളത്തിൽ തന്നെയാണ് ഇത് പാകം ചെയ്തെടുക്കുന്നത്. അതുകൊണ്ട് നന്നായിട്ട് കഴുകിയെടുക്കുക. അതിനുശേഷം കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് 6 മുതൽ 8 മണിക്കൂർ വരെ ഇത് കുതിരാൻ വെക്കണം. നമ്മളിൽ ഒട്ടുമിക്ക ഒരു 30 കഴിഞ്ഞവർക്ക് തൊട്ടുള്ള പ്രശ്നമാണ് കൊളസ്ട്രോള്, അതുപോലെ തന്നെ BP, ഷുഗർ. ഇനി പിന്നെ അങ്ങോട്ട് പോയി കഴിഞ്ഞാൽ ഹൃദയത്തിൻ്റെ പ്രശ്നങ്ങൾ, ഹാർട്ടിൻ്റെ പ്രശ്നങ്ങൾ, അതായത് അതുപോലെ തന്നെ ക്യാൻസർ, വന്ധ്യത, അങ്ങനെ അങ്ങോട്ട് പോകും. ഇതിൽ നിന്നൊക്കെ ഒരു പരിധി വരെ നമ്മളെയൊക്കെ സംരക്ഷിച്ച് കൊണ്ടുവരാൻ വേണ്ടിയിട്ട് ഈ മില്ലറ്റുകളൊക്കെ നമ്മളെ സഹായിക്കുന്നതാണ്. അതുകൊണ്ട് ഇതുപോലെ ചാമ, തിന, പുല്ല്, അതായത് റാഗിയൊക്കെ ഇല്ലേ, ഇങ്ങനെയുള്ള മില്ലറ്റുകളൊക്കെ നിങ്ങൾ നിർബന്ധമായിട്ടും ഭക്ഷണത്തിൽ ഉൾപ്പെടുത്തുക. ഞാനിപ്പോൾ ഒരു 6 തൊട്ട് 8 മണിക്കൂർ വരെ കുതിർത്തത് കുറച്ച് വെള്ളം കൂടി ഒഴിച്ചിട്ട് ഞാനിത് ഒരു കുക്കറിലോട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട്. അതിലോട്ട് നമ്മൾ ചേർത്ത് കൊടുക്കുന്ന കല്ലുപ്പാണ്. കല്ലുപ്പ് അല്ലെങ്കിൽ ഇന്ദുപ്പ് നിങ്ങൾ നിർബന്ധമായിട്ടും ചേർത്ത് കൊടുക്കുക. അതിനുശേഷം ഒരു 3 വിസിലിൽ നന്നായിട്ട് നമുക്ക് വെന്ത് കിട്ടും. നന്നായിട്ട് വെന്ത് കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്കിതിലോട്ട് കുറച്ച് തേങ്ങാപ്പാൽ ചേർത്ത് കൊടുക്കുക. അതിന് വേണ്ടിയിട്ടൊരു മിക്സിയുടെ ജാർ എടുത്തിട്ട് ഒരു 3-4 സ്പൂൺ അളവിൽ തേങ്ങ ചിരകിയത് ഇട്ട് കൊടുത്തിട്ടുണ്ട്. അതിലോട്ട് കുറച്ച് വെള്ളം കൂടി ഒഴിച്ചിട്ട് നന്നായിട്ട് അരച്ചെടുത്ത് ഇതിൻ്റെ പാലൊന്ന് പിഴിഞ്ഞെടുക്കുക. അതിന് ശേഷം നമുക്ക് നമ്മുടെ ഈ കഞ്ഞിയിലോട്ട് ഈ തേങ്ങാപ്പാൽ ചേർത്ത് കൊടുക്കാവുന്നതാണ്. അത് കഴിഞ്ഞിട്ട് ഒന്നുകൂടി ഒന്ന് തിളപ്പിച്ചെടുത്ത് കഴിഞ്ഞാൽ നമ്മുടെ കഞ്ഞി റെഡിയാണ്. ഇനി ഇത് കഴിക്കുന്നത് ഒന്നുകിൽ നിങ്ങൾ രാവിലെ ബ്രേക്ക്ഫാസ്റ്റായിട്ട് കഴിക്കുക, അല്ലെങ്കിൽ വൈകിട്ട് ഡിന്നറായിട്ട് കഴിക്കുക. വളരെയധികം ഔഷധ ഗുണങ്ങളുണ്ട്. മാത്രമല്ല കുടവയറ്, അമിത വണ്ണം ഒക്കെയുള്ള ആളുകൾക്കൊക്കെ അതൊക്കെ ഒന്ന് കുറയ്ക്കാൻ വേണ്ടിയിട്ടൊക്കെ ഈ ചാമ മില്ലറ്റ് നമ്മളെ വളരെയധികം ഹെൽപ്പ് ചെയ്യും. ഇത് നിങ്ങളെല്ലാവരും നിർബന്ധമായിട്ട് ഒരു നേരമെങ്കിലും മാസത്തിൽ ഒന്നെങ്കിലും നിങ്ങളുടെ ഭക്ഷണത്തിൽ ഉൾപ്പെടുത്തുക. അതുപോലെ ഈ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്നവർ നിങ്ങളുടെ ഫ്രണ്ട്സിനോട് ഷെയർ ചെയ്ത് കൊടുക്കുക. ആർക്കെങ്കിലും ഉപകാരപ്പെട്ടോട്ടെ. താങ്ക് യു ഫോർ വാച്ചിങ്.